ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. സർവശക്തനും സർവാധിപനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തമ്പുരാനെ, ഇന്നത്തെ ദിവസത്തെയും ഞങ്ങളെ എല്ലാ പദ്ധതികളെയും ഞങ്ങളെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ എത്രയോ നിസ്സാരരാണ്, ഞങ്ങൾ എത്ര പാപികളാണ്, ഞങ്ങൾ എത്ര ബലഹീനരാണ്. തമ്പുരാനെ, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ശക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല പ്രലോഭനങ്ങളും, തമ്പുരാനെ, പല പരീക്ഷണങ്ങളും, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല തിന്മകളും ഞങ്ങൾക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. പല തഴക്കദോഷങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങളെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ, അതോടൊപ്പം ഭൗതികമായിട്ടുള്ള മേഖലകളിൽ പല പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്ക് മുമ്പിലും ഞങ്ങൾ നിസ്സാരരായിട്ട് നിന്നു പോവുകയാണ്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുകളെ തമ്പുരാനെ അഴിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തമ്പുരാനെ നീ എടുത്തു മാറ്റണമേ. തമ്പുരാനെ, നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ ശക്തി. സർവശക്തനായ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.